പ്രതിഭാഗം വക്കീലിന് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, കഴിഞ്ഞ വിചാരണ ദിവസം വെളിപ്പെടുത്തിയതുപോലെ പ്രസിഡന്റ് അവറാച്ചൻ എന്റെ കക്ഷിക്ക് നൽകിയത് 6 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസി തന്നെയായിരുന്നു. അതിൽ എന്റെ കക്ഷി അറിയാതെ 5,40,000 രൂപ മാറ്റി പകരം കള്ളനോട്ട് വെച്ചത് മറ്റൊരാളാണ്. ആ യഥാർത്ഥ പ്രതി കുറ്റമേറ്റു പറയാൻ എത്തിയിട്ടുണ്ട്. ഹാജരാക്കാൻ കോടതി അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. പേര് ബാലഗംഗാധരൻ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 6 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നിട്ട് സ്വർണ്ണക്കടയിലേക്ക് പോയിക്കൊള്ളാൻ പ്രഭാകരൻ പറഞ്ഞു. സ്വർണ്ണക്കടയിൽ എത്തുന്നതിന് മുമ്പ് യഥാർത്ഥ പണം മാറ്റി കള്ളനോട്ട് വെച്ചത് ഞാനാണ്. അല്ല, അല്ല സാർ, ഇതല്ല ശരി എന്ന് പ്രഭാകരനടക്കം മറ്റു പലരും വിശ്വസിക്കുന്നു. യുവർ ഓണർ, ദീർഘകാലം അധ്യാപകനായിരുന്ന സമൂഹത്തിൽ മാന്യനായ ഈ പ്രതി സഹിക്കാനാവാത്ത കുറ്റബോധം കൊണ്ടാണ് കുറ്റം ഏറ്റുപറയുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. പ്രഭാകരന് പകരം ഇലക്ഷനിൽ മത്സരിക്കേണ്ടിയിരുന്നത് ഈ നിൽക്കുന്ന ഗംഗാധര മാഷായിരുന്നു. അത് സാധിക്കാത്തതിലുള്ള പകയാണ് ഇത് ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. ഞാനാണ് യഥാർത്ഥ കുറ്റവാളി. യുവർ ഓണർ, യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. പണം കൈമാറിയത് മലപ്പുറത്തുള്ള ഒരു പഴയകാല സുഹൃത്താണെന്നും അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നിരപരാധിയായ എന്റെ കക്ഷി വെറുതെ വിടണമെന്നും കുറ്റമേറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ച പ്രതിക്ക് IPC 489 വകുപ്പ് പ്രകാരമുള്ള ഏറ്റവും ചെറിയ ശിക്ഷ നൽകുവാനും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മേൽ കേസിൽ ഈ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രകാരം നടത്തിയ പുനർവിചാരണയിൽ PK പ്രഭാകരൻ കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ നിരുപാധികം വിട്ടയക്കാനും കുറ്റമേറ്റുപറഞ്ഞ യഥാർത്ഥ കുറ്റവാളിയുടെ പ്രായവും സമൂഹത്തിൽ ഇതുവരെയുള്ള സ്ഥാനവും കണക്കിലെടുത്ത് 5 വർഷത്തെ തടവ് ശിക്ഷ നൽകുവാനും ഈ കോടതി ഉത്തരവിട്ടു. മാത്രമല്ല 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രസ്തുത സ്ഥലത്തിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും സർക്കാരിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിലെ പിഴ ഇനത്തിലുമായി 1 ലക്ഷം രൂപ കുരിശുപള്ളിക്കൽ അവറാച്ചൻ അടയ്ക്കേണ്ടതാണെന്നും ഈ കോടതി ഉത്തരവിടുന്നു. എനിക്കൊന്ന് സംസാരിക്കണം. വേഗം വേണം. സമ്മതിക്കില്ല മാഷേ. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം മാഷെ ഏറ്റെടുക്കണ്ട. വേണം പ്രഭാര, നിനക്ക് വേണ്ടി മാത്രമല്ല, തോന്നൂർക്കരയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യണം. പ്രഭേ, ഗംഗാര മാഷ്ക്ക് ആരുമില്ല. ഭാര്യയോ കുട്ടികളോ വീട്ടുകാരോ ബന്ധുക്കളോ ആരും. മാസം കിട്ടുന്ന പെൻഷൻ സിദ്ധനായരുടെ ചായക്കടയിലും വീട്ടുവാടകയ്ക്കുമായിട്ട് വീതിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് എന്റെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? ഇനി മരിക്കുന്നവരെ ഉണ്ണാനും കിടന്നുറങ്ങാനും ഒരു സ്ഥലം വേണം. അതിപ്പോ വാടകമുറി ആയാലും ജയിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ അങ്ങനെയല്ല. തോന്നൂർക്കരയിൽ നീ ഉണ്ടാകണം പ്രഭേ. നിന്നെ ചതിച്ചവർക്കൊരു നാടിനെ മുഴുവൻ ഒറ്റുകൊടുക്കാൻ എളുപ്പമാ. അത് തടയാൻ നീ വേണം. എങ്കിലും മാഷേ, ഒരു ജീവിതം തന്നെ നിങ്ങള്... ഞാൻ ചെയ്യണത് ഒരു ത്യാഗമൊന്നല്ലടോ, ഒരു സമരം. നീയൊക്കെ ചെയ്യണത് പോലെ വ്യത്യസ്തമായൊരു സമരം. ഓട്ടടോ. ഇനി മലപ്പുറത്തെ എന്റെ പഴയകാല സുഹൃത്തിനെ തപ്പിയാവും പരക്കം പാച്ചില്. കിട്ടില്ല, അങ്ങനെ ഒരാളില്ല. കാണുന്നില്ലല്ലോ. ഇതാരാ? ഇവിടെ നിപ്പുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും സ്നേഹം തന്നെ. അമ്മാവൻ നമ്മളെയും കാത്തിരിക്കുന്ന കണ്ടില്ലേ? പിന്നെ ആ വടക്കേലെ ചെറുക്കിനെ ഒരു ബ്രാൻഡ് വാങ്ങാൻ അയച്ചിട്ട് മണിക്കൂർ 3 വല്ല വണ്ടിയും തട്ടി കുപ്പി പൊട്ടിപ്പോയാലോ പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വല്ലതും കഴിച്ചോ? കഴിച്ചു. കാലത്ത് തൊട്ടേ കഴിച്ചുകൊണ്ടിരിക്കുക. എവിടേക്കാ? ബാക്കിയുള്ളവരുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് എവിടേക്കാ കയറി വരണേ? അല്ല അമ്മാവ്, പ്രഭാകരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മാവനോ? എന്റെ പെങ്ങളെ കെട്ടി നിന്റെ തന്തയൊന്നും അല്ലല്ലോ, ആണോ? എങ്കിൽ മരുമകൻ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞേനെ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇത് എന്റെ വീടാണ്.
ഇവൻ ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ആകെ ഉണ്ടായിരുന്ന 25 സെന്റ് ആ വേലക്കാരി പെണ്ണിന് വേണ്ടി വിറ്റ് തൊലച്ചപ്പോ ഉള്ളതും തീർന്നു. അമ്മാവൻ എന്താ കരുതിയത്? ഞാൻ ഇവരെയും കൂട്ടി അപേക്ഷിക്കാൻ വന്നതാണെന്നോ? എനിക്ക് വിലപ്പെട്ട ഒന്നിവിടെ ഉണ്ട്, അതെടുത്ത് തിരിച്ചു പോണം, അത്രേ കരുതിയിട്ടുള്ളൂ. രാമേശ, ശരിയാ, ഈ വീടിന്റെ പ്രമാണം നിന്റെ പേരിൽ തന്നെയാണ്. അന്ന് വേറെ വഴിയില്ലാതിരുന്ന ഞങ്ങൾക്ക് നീ താമസിക്കാൻ സൗകര്യം അനുവദിച്ച് തന്നതാ. പക്ഷെ ഒന്നോർത്തോ, ഇവിടുത്തെ പറമ്പിലെ ഓരോ മരത്തിന്റെയും കടക്കില് എന്റെ മോന്റെയും ആ വേലക്കാരി പെണ്ണിന്റെയും വിയർപ്പിന്റെ ഉപ്പുണ്ടടാ. കൂട്ടിയും പെരുക്കിയും മാത്രം ജീവിതം കണക്കാക്കുമ്പോ ആ വിയർപ്പിന്റെ വില കൂടി ചേർക്കാൻ എന്റെ കൂടപ്പിറപ്പ് മറക്കരുത്. മഞ്ഞ നിറം പിടിച്ച് ഈ ഒരു ഫോട്ടോ മാത്രം എടുക്കുന്നു, വേറൊന്നുമില്ല. പിന്നെ വാടക കുടിശ്ശിയുടെ കാര്യം തന്നു തീർത്തോളാം. മര്യാദയുടെ ഭാഷയില് ആദ്യ ദിവസം തന്നെ ഇറങ്ങിത്തരാൻ പറഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോവായിരുന്നു. എനിക്ക് ചെറിയ മോനോട് ദേഷ്യമൊന്നുമില്ല. കാൽക്കീഴിന്ന് എല്ലാം ചോർന്നു പോകുമ്പോ അവസാനത്തെ വക്കോൽ തുറുമ്പ് പിടിച്ചു നിർത്താനുള്ള മരണവെപ്രാളമാണെന്ന് എനിക്കറിയാം. എവിടെയായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലേ നിനക്ക്? ഇന്നലെ സുരേഷ് 3-4 വാഴക്കന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അവനെവിടെ? ഇപ്പൊ വരും. അങ്ങാടി വരെ പോയതാ വെളിച്ചെണ്ണ മേടിക്കാൻ. ഇപ്പൊ നിന്നെ കണ്ട കുറെ കാലമായിട്ട് ഈ വീടും പറമ്പും നോക്കി നടത്തുന്ന ആളെ പോലെയുണ്ട്. ശരിക്കൊരു വീട്ടമ്മ. സുരേഷ് ഒരു പാവാ. വീട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പിടിയില്ല. എന്റെ കണ്ണെത്തിയില്ലെങ്കി ഒക്കെ അവതാളത്തിലാ. ആ, പ്രഭേട്ടൻ കേറിയിരിക്കെ. സുരേഷുമായിട്ടുള്ള വിവാഹം നന്നായിന്ന് ഇപ്പൊ തോന്നണില്ലേ? പറിച്ചു മാറ്റുന്ന ആദ്യത്തെ 1-2 ദിവസമേ ഏത് ചെടിക്കും ഒരു വാട്ടം ഉണ്ടാവും. പിന്നെ അതിന് പുതിയ മണ്ണാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് വരുമ്പോ ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ചെറിയമ്മ വഴക്കൂടിയൻ ആ കുട്ടി എന്ത് പഴിച്ചു? മാത്രമല്ല, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതേ എല്ലാരോടും ക്ഷമിക്കണമെന്ന് തന്നെയാ. ആ കുട്ടിക്ക് പ്രഭേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. എന്ത്? ആ കുട്ടിയുടെ മനസ്സില് പ്രഭേട്ടനോട് ഇഷ്ടമുണ്ട്. അവള് നിന്നോട് അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചോ? തുറന്നങ്ങടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലൊരുട്ടം വെച്ചുകൊണ്ട് വർത്താനം പറയണ മനസ്സിലാക്കാണ്ടിരിക്കാൻ ഞാൻ പ്രഭേട്ടനെ പോലെ അത്ര പൊട്ടിയൊന്നുമല്ലല്ലോ.